പ്രിയപ്പെട്ട കുട്ടികളെ, സയൻസ് ക്യൂസിൻ്റെ ഉപജില്ലാ തലത്തിൽ UP വിഭാഗത്തിൽ ചോദിച്ച ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. ക്ലാസ്സിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം: ഭൂമിയോട് ഏറ്റവും അടുത്തുള്ളതും ചിഹ്നഗ്രഹവലയത്തിൽ സ്ഥിതി ചെയ്യുന്നതുമായ ഏക കുള്ളൻ ഗ്രഹം ഏതാണ്? ഉത്തരം സിറസ്. രണ്ടാമത്തെ ചോദ്യം: വീറ്റിലിഗോ എന്നത് ഇതിൽ ഏത് തരം രോഗമാണ്? വീറ്റിലിഗോ എന്നത് ഏത് തരം രോഗമാണ്? ഉത്തരം ത്വക്ക് രോഗം. അടുത്ത ചോദ്യം: മഹാവൃക്ഷ പുരസ്കാരം നേടിയ കന്നിമാര തേക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കന്നിമാര തേക്ക് സ്ഥിതി ചെയ്യുന്നത് പറമ്പിക്കുളം ടൈഗർ റിസർവിലാണ്. വിജയകരമായി പ്രീ ക്ലിനിക്കൽ പരീക്ഷണങ്ങൾക്ക് ശേഷം 2025 സെപ്റ്റംബറിൽ എൻഡറോമിക്സ് എന്ന പേരിലുള്ള വൻകുടൽ ക്യാൻസർ വാക്സിൻ പുറത്തിറക്കിയ രാജ്യം? വൻകുടൽ ക്യാൻസർ വാക്സിനായിട്ടുള്ള എൻഡോർമിക്സ് എന്ന പേരിലുള്ള വാക്സിൻ പുറത്തിറക്കിയ രാജ്യമാണ് റഷ്യ. അടുത്ത ചോദ്യം: അമീബിക് മസ്തിഷ്ക ജ്വരത്തിന് കാരണമായ രോഗാണു ഇതിൽ ഏതാണ്? അമീബിക് മസ്തിഷ്ക ജ്വരത്തിന് കാരണമായ രോഗാണു ഏതാണ്? ഉത്തരം നൈഗ്ലേറിയ ഫൗലേറി. നൈഗ്ലേറിയ ഫൗലേറി. രക്തസമ്മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണത്തെ തിരിച്ചറിയുക. രക്തസമ്മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണത്തെ തിരിച്ചറിയുക. ഉത്തരം സ്ഫിഗ്മോമാനോമീറ്റർ. MRI എന്നതിൻ്റെ പൂർണ്ണരൂപം എന്താണ്? MRI എന്നതിൻ്റെ പൂർണ്ണരൂപം എന്താണ്? ഉത്തരം മാഗ്നറ്റിക് റെസണൻസ് ഇമേജിംഗ്. ഈ ചെടിയുടെ ശാസ്ത്രീയ നാമമെന്ത്? ഈ ചെടിയുടെ ശാസ്ത്രീയ നാമമെന്ത്? ഉത്തരം സ്റ്റോബിലാന്തസ് കുന്തിയാന. സ്റ്റോബിലാന്തസ് കുന്തിയാന. അടുത്ത ചോദ്യം: ഈ രോഗം തിരിച്ചറിയുക. ഈ രോഗം തിരിച്ചറിയുക. ഉത്തരം ഗോയിറ്റർ. കരിമുണ്ട ഏതിൻ്റെ കാർഷിക വിളയാണ്? കരിമുണ്ട ഏതിൻ്റെ കാർഷിക വിളയാണ്? ഉത്തരം കുരുമുളക്. ഏത് പരിസ്ഥിതി സംഘടനയുടെ ലോഗോ ആണിത്? ഏത് പരിസ്ഥിതി സംഘടനയുടെ ലോഗോ ആണ് ഇത്? ഉത്തരം WWF അല്ലെങ്കിൽ വേൾഡ് വൈഡ് ഫണ്ട്. ഏത് പദ്ധതിയുടെ ലോഗോ ആണിത്? ഏത് പദ്ധതിയുടെ ലോഗോ ആണിത്? ഉത്തരം ശുചിത്വ മിഷൻ. ലോക പരിസ്ഥിതി പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച ഒരു പുസ്തകത്തിൻ്റെ രചയിതാവിൻ്റെ ചിത്രം തിരിച്ചറിഞ്ഞ് പുസ്തകത്തിൻ്റെ പേരെഴുതുക. ലോക പരിസ്ഥിതി പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച ഒരു പുസ്തകത്തിൻ്റെ രചയിതാവിൻ്റെ ചിത്രം തന്നിട്ടുണ്ട്. ഇതാരാണെന്നാണ് തിരിച്ചറിയേണ്ടത്. ഉത്തരം റേച്ചൽ കേഴ്സൺ. റേച്ചൽ കേഴ്സൻ്റെ നിശബ്ദ വസന്തമാണ് ഫേമസ് ആയിട്ടുള്ള ബുക്ക്. ചിത്രത്തിൽ തന്നിരിക്കുന്ന പൂവിനെ തിരിച്ചറിയുക. ഇത് ഏത് പുഷ്പമാണെന്നാണ് എഴുതുന്നത്. ഉത്തരം റഫ്ലേഷ്യ. ചിത്രത്തിൽ തന്നിരിക്കുന്ന വ്യക്തിയെ തിരിച്ചറിയുക. ചിത്രത്തിൽ തന്നിരിക്കുന്നത് ഡോക്ടർ MS സ്വാമിനാഥൻ. PSLVയുടെ പൂർണ്ണരൂപം എന്താണ്? PSLVയുടെ പൂർണ്ണരൂപം പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ. പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ. ചന്ദ്രയാൻ 2, ചന്ദ്രയാൻ 3 ദൗത്യങ്ങളിൽ ഉപയോഗിച്ച പ്രഗ്യാൻ എന്ന റോവർ ആരാണ് രൂപകൽപ്പന ചെയ്തത്? ചന്ദ്രയാൻ 2, ചന്ദ്രയാൻ 3 ഉപയോഗിച്ച പ്രഗ്യാൻ റോവർ രൂപകൽപ്പന ചെയ്തത് ആരാണ്? ഉത്തരം ISRO. ശുഭാംശു ശുക്ലയുടെ ഫോട്ടോ തന്നിട്ടുണ്ട്. എന്താണ് ഇദ്ദേഹത്തിൻ്റെ പേരിലുള്ള റെക്കോർഡ്? ശുഭാംശു ശുക്ലയുടെ പേരിലുള്ള റെക്കോർഡ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം സന്ദർശിച്ച ആദ്യത്തെ ബഹിരാകാശ യാത്രികൻ. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം സന്ദർശിച്ച ആദ്യത്തെ ISRO ബഹിരാകാശ യാത്രികനാണ് ശുഭാംശു ശുക്ല. അടുത്ത ചോദ്യം: ശരിയായ ഓപ്ഷൻ ഏത്? ചന്ദ്രയാൻ 3 ചന്ദ്രനിൽ ജലതന്മാത്രകളുടെ സാന്നിധ്യം സ്ഥിരീകരിച്ച ചാന്ദ്രദൗത്യം. മാർസ് ഓർബിറ്റൽ മിഷൻ അഥവാ മംഗൾയാൻ ആദ്യ ശ്രമത്തിൽ തന്നെ ചൊവ്വയിലേക്ക് വിജയകരമായി എത്തിച്ചു.
ചന്ദ്രയാൻ 1 ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിന് സോഫ്റ്റ് ലാൻഡിംഗ് ചെയ്ത ദൗത്യം. ശരിയായ പ്രസ്താവന. മാർസ് ഓർബിറ്റൽ മിഷൻ ആദ്യ ശ്രമത്തിൽ തന്നെ ചൊവ്വയിലേക്ക് എത്തിച്ചേർന്നതാണ്. 20ാമത്തെ ചോദ്യം. ISROയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആര്? ISROയുടെ ഇപ്പോഴത്തെ ചെയർമാനാണ് വി നാരായൺ. ടൈ ബ്രേക്കിംഗ് ക്വസ്റ്റ്യൻ. ഭൂമിയിലെ ഏറ്റവും കാഠിന്യമായ പ്രകൃതിദത്ത പദാർത്ഥം ഏതാണ്? ഭൂമിയിലെ ഏറ്റവും കാഠിന്യമേറിയ പ്രകൃതിദത്ത പദാർത്ഥമാണ് വജ്രം. ചുവന്ന ഗ്രഹം എന്നറിയപ്പെടുന്ന ഗ്രഹം ഏതാണ്? ചുവന്ന ഗ്രഹം എന്നറിയപ്പെടുന്ന ഗ്രഹം ചൊവ്വ. വിച്ച് ഓർഗനൈൽ ഈസ് നോൺ ആസ് പ്ലാന്റ്സ് സൂയിസൈഡൽ ബാഗ്? പ്ലാന്റ്സിൻ്റെ ആത്മഹത്യാ സഞ്ചി എന്നറിയപ്പെടുന്നത് ഏത് ഭാഗമാണെന്നാണ് ചോദ്യം. ഉത്തരം ലൈസോസോം. വാട്ട് ഈസ് ദി SI യൂണിറ്റ് ഓഫ് ഫോഴ്സ്? ഫോഴ്സിൻ്റെ അല്ലെങ്കിൽ ബലത്തിൻ്റെ SI യൂണിറ്റ്. ഉത്തരം ന്യൂട്ടൺ. വാട്ട് ഈസ് ദി കെമിക്കൽ സിമ്പിൾ ഓഫ് ഗോൾഡ്? ഗോൾഡിൻ്റെ കെമിക്കൽ നെയിം ഓറം എന്നാണ്. അത് സിമ്പിൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ AU. കൂട്ടുകാർക്ക് വീഡിയോ ഉപകാരപ്രദമായി തോന്നിയിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള ക്വിസ് വീഡിയോകളുമായി അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണുന്നത് വരെ ബൈ.